ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ് ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സിബി വർഗീസ് പായിക്കാട്ട്. കുറേ നാളുകളായി നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ വന്നിരുന്നിട്ട്. വചനവിചിന്തനമായിരുന്നു നമ്മുടെ ലക്ഷ്യം. ഒരു ദിവസം ഒരു വചനം പഠിക്കുക എന്നുള്ള ആ താല്പര്യത്തോടുകൂടി ആരംഭിച്ച ആ പ്രോഗ്രാം കുറേ നാളുകളായി ഞാൻ ചെയ്യുന്നില്ല. കുറേ നാളുകളായി നമുക്ക് മറ്റുള്ള വചനവിചിന്തനങ്ങൾ രാവിലെ മുതൽ കിട്ടുന്നുണ്ട്. പോൾ വെങ്ങാശ്ശേരി അച്ഛൻ്റെ ബ്ലസ് എന്ന പേരിലും ഡെയിലി ബ്ലെസ്സിങ് എന്ന പേരിൽ വയലാമണ്ണിലച്ഛൻ്റെ ആധികാരികമായ പഠനങ്ങൾ അവർ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ വചന പഠനത്തിന് ആവശ്യമായ എല്ലാ സാധ്യതകളും ഒരുപാട് അനുദിന വചനവിചിന്തനങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ വചന പഠനത്തിന് ഒരു കുറവുമില്ല. നമുക്ക് പഠിക്കാം, വചനം പഠിക്കണം, എല്ലാ ദിവസവും വചനം പഠിക്കുക. പക്ഷെ ആ കാലയളവിൽ ഞാനിത് ചെയ്തുകൊണ്ടിരുന്ന കാലയളവിൽ എന്നോട് എൻ്റെ ഒരു കസിൻ വൈദികൻ, ബഹുമാനപ്പെട്ട മൈക്കിൾ പറവൂശ്ശേരിലച്ഛൻ, OFM ക്യാമ്പ് കപ്പൂച്ചൻ വൈദികനാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്. യുവജന മതബോധന ഗ്രന്ഥത്തിൽ നിന്ന്, കത്തോലിക്കാ സഭയുടെ യുവജന മതബോധന ഗ്രന്ഥം യുക്യാറ്റ്, അതിൽ നിന്ന് നിനക്ക് തുടങ്ങിക്കൂടെ എന്ന് ചോദിച്ചു. കാരണം അത് ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും കൺഫ്യൂഷൻസ് തീർക്കാൻ പറ്റുന്ന ഒരുപാട് നമുക്ക് ആവശ്യമായ ചോദ്യങ്ങൾക്ക് ഉത്തരവല്ല അതിനകത്ത് എന്തുകൊണ്ട് വിശ്വസിക്കണം എന്നൊക്കെ അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തുടങ്ങിക്കൂടെ എന്ന് അദ്ദേഹം ചോദിച്ചു. അതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു 1.5 മാസമായി ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. അത് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ഇന്ന് ഓഗസ്റ്റ് 31. നാളെ മുതൽ അത് ആരംഭിക്കാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കണം, പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ഈ പുസ്തകം യുക്യാറ്റ്, യൂത്ത് കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച്, ഇത് നമ്മുടെ മിക്കവാറും ആൾക്കാരുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം, ഈ പുസ്തകവും മിക്കവാറും ആൾക്കാരുടെ കയ്യിലുണ്ട്. ഇത് ഷെൽഫിൽ ഇരിക്കുകയാണെന്ന് മാത്രമേ ഉള്ളൂ. അത് എടുത്ത് പൊടിതട്ടിയൊക്കെ എടുക്കണം, ഇടയ്ക്കുന്ന വായിക്കണം. മർക്കോസിൻ്റെ സുവിശേഷം 12:24 പറയുന്നുണ്ട്, വിശുദ്ധ ലിഖിതങ്ങളോ അതിൻ്റെ ശക്തിയോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നമുക്ക് തെറ്റുപറ്റുന്നത്. വിശുദ്ധ ലിഖിതങ്ങളും എൻ്റെ ശക്തിയും, കർത്താവിൻ്റെ ശക്തി അറിയണം, കർത്താവിൻ്റെ വചനം അറിയണം, വചനത്തോട് ചേർന്നുള്ള സഭാ പഠനങ്ങൾ അറിയണം. ഇത് കത്തോലിക്കാ സഭയിലെ ആൾക്കാർക്ക് വേണ്ടി മാത്രമല്ല, ഇത് വായിക്കുന്നവർക്ക് യഥാർത്ഥത്തിൽ നാം എങ്ങനെ വിശ്വസിക്കണം എന്ന് കൃത്യമായി ഉത്തരം തരുന്ന പുസ്തകമാണ് ഇത് രണ്ടും. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥവും ഒപ്പം തന്നെ യുവജന മതബോധന ഗ്രന്ഥവും. വളരെ സിമ്പിളായിട്ട് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ് യുവജന മതബോധന ഗ്രന്ഥം, യൂത്ത് കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച്. ഇതിൻ്റെ ഒരു ആമുഖം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നാളെയാണ് നമ്മളത് എൻ്റെ ഒരു ഭാഗം തുടങ്ങുന്നത്. 2011 ഓഗസ്റ്റ് മാസം സ്പെയിനിലെ മാഡ്രിഡിൽ ഒരുമിച്ച് കൂടിയ ലോക യുവജന സമ്മേളനം, ദ വേൾഡ് യൂത്ത് ഡേയുടെ ഭാഗമായിട്ട് കൂടിയ ആ സമ്മേളനത്തിൽ 20ഓളം ഭാഷകളിൽ അന്നത്തെ പാപ്പായായിരുന്ന ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ യുവജനങ്ങൾക്ക് സമ്മാനിച്ച മനോഹരമായ ഒരു പുസ്തകം. ഇത് ഉരുത്തിരിയാനുണ്ടായ കാരണം, രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം സഭയിൽ ഉണ്ടായ ഒരുപാട് മാറ്റങ്ങൾ, ക്രിസ്ത്യാനികൾ എന്ത് വിശ്വസിക്കണം, ഒരുപാട് കൺഫ്യൂഷൻസൊക്കെ നിലനിന്നിരുന്നൊരു കാലമാണ്. അപ്പോൾ ആ കാലത്ത് എന്ത് വിശ്വസിക്കണം, ഇന്നും ദൈവത്തിൽ വിശ്വസിക്കുന്നതിൻ്റെ പ്രസക്തി എന്താണ്? ഇന്ന് ഒരുപാട് പേര് ചോദിക്കുന്നൊരു ചോദ്യമില്ലേ, 21-ാം നൂറ്റാണ്ടിലും നിങ്ങൾ ബൈബിൾ വായിക്കുന്നു, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു. അപ്പം ശരിക്കും വിശ്വസിക്കുന്നവരെ കളിയാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അന്ന് ഈ കൺഫ്യൂഷൻസ് നിലനിന്നിരുന്ന കാലത്ത് നമ്മുടെ വിശുദ്ധനായ, നമ്മുടെ മാർപ്പാപ്പയായിരുന്ന വിശുദ്ധനായ ജോൺ പോൾ 2 മാർപ്പാപ്പ ഇതിനെല്ലാം ഒരു ഉത്തരം കൊടുക്കണം എന്നൊരു ധീരമായ തീരുമാനമെടുക്കുകയാണ്. അദ്ദേഹം ലോകത്തുള്ള എല്ലാ മെത്രാന്മാരോടും ആവശ്യപ്പെട്ടതാണ്, ഈ ചോദ്യങ്ങൾക്കൊരു പുസ്തക രൂപേണ നിങ്ങൾ ഉത്തരം കൊടുക്കണം. അതിനെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചത് അന്നത്തെ കാർഡിനലായിരുന്ന നമ്മുടെ എമിറേറ്റസ്, കാലം ചെയ്തു പോയ എമിറേറ്റസ് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയാണ്. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ആമുഖക്കുറിപ്പിൽ ഇങ്ങനെ പറയുന്നുണ്ട് യുവജനങ്ങളോട്, ഐ എം ഗോയിങ് ടു ഗിവ് യു ആൻ അൺയൂഷ്വൽ ബുക്ക്, പ്രസൻറ്റ് യു ആൻ അൺയൂഷ്വൽ ബുക്ക്. ഇത് നിങ്ങൾക്കൊരു അസാധാരണ പുസ്തകം നിങ്ങൾക്കത്. എന്തുകൊണ്ടാണ് അസാധാരണമായത്? ഈ ലോകത്തുള്ള എല്ലാ മെത്രാന്മാരും എന്ന് പറഞ്ഞാൽ ബിഷപ്സ് ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ് ആൻഡ് ഡിഫറെൻറ്റ് കൾച്ചർ
സംസ്കാരപരമായും രാജ്യപരമായും ഭൂഖണ്ഡപരമായും എല്ലാം വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള ഇവർ ഒരുമിച്ച് ചേർന്ന് ഒരു പുസ്തകം രചിക്കുക എന്ന് പറയുന്നത്, ഒരു പുസ്തകം രചിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ ടാസ്ക്കാണ്. പാപ്പ പറയുന്നുണ്ട്, ഇറ്റ് വാസ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക് എൻട്രസ്റ്റഡ് ടു മീ. അദ്ദേഹത്തിനെ ഏൽപ്പിച്ച വലിയ, പക്ഷെ അത് ഉരുത്തിരിഞ്ഞപ്പോൾ, ആ പുസ്തകമായി ഉരുത്തിരിഞ്ഞപ്പോൾ അദ്ദേഹം പറയാൻ പറ്റും. അതുകൊണ്ടാണ് അദ്ദേഹം ആ പുസ്തകത്തെ അസാധാരണമായൊരു പുസ്തകം എന്ന് വിളിക്കുന്നത്. അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുമെന്ന് നല്ല ഉറപ്പുണ്ടെന്ന് തന്നെയാണ് മാർപ്പാപ്പ. ഞാനും വിചാരിക്കുന്നു അത് തീർച്ചയായിട്ടും നമുക്കും ഇഷ്ടപ്പെടും. ഈ കൺഫ്യൂഷൻസ്, നമ്മുടെ എന്താണ് വിശ്വസിക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻസൊക്കെ, ദൈവത്തിൽ വിശ്വസിക്കേണ്ട ആവശ്യകത, ഇന്ന് ഒരുപാട് തിന്മയുടെ കാലഘട്ടത്തിലേക്ക് ജീവിച്ചു പോകുന്നു നമ്മളാണ്. വചനം പറയുന്നില്ലേ, മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാം വാക്യം, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നമുക്ക് തെറ്റുപറ്റുന്നത്. അപ്പോൾ ഈ തെറ്റ് പറ്റാനിടയാക്കുന്നത് നമുക്ക് വചനങ്ങൾ അറിയില്ല, വചനം നമ്മുടെ ഉള്ളിലില്ല, സഭാപഠനങ്ങൾ നമുക്കുള്ളിലില്ല. നമ്മുടെ ഉള്ളിൽ ഉള്ളത് ലോകത്തിൻ്റെ വചനങ്ങൾ മാത്രമായതുകൊണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇങ്ങനെയുള്ള പഠനങ്ങളിലൂടെ കടന്നു ഒപ്പം വചനങ്ങൾ ചേർത്ത്, ദൈവവചനം ചേർത്ത് വെച്ച് നമുക്ക് പഠിക്കാൻ ആഗ്രഹിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.